യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിൽ ആനന്ദമേ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിൽ ആനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിൽ ആനന്ദമേ. കരങ്ങൾ ഉയർത്തി ആരാധന ആരാധന. എല്ലാവരും കർത്താവിനെ വിളിക്കുക. കർത്താവ് ഇപ്പോൾ വിവിധങ്ങളായ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് സമൂഹങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വമക്കളിലേക്കും ദൈവത്തിന്റെ കൃപകൾ ഇപ്പോൾ ഒഴുകട്ടെ. തിരുവോസ്തിനാഥനെ നോക്കി സ്തുതിക്കുക. അവനിൽ നിന്ന് ശക്തി പൊട്ടി പുറപ്പെട്ട് എല്ലാ ഹൃദയങ്ങളെയും അവിടുന്ന് ഒരുക്കട്ടെ. എല്ലാ കുടുംബങ്ങളിലേക്കും അവിടുന്ന് കടന്നു വരട്ടെ. എല്ലാ ജീവിത പ്രതിസന്ധികളിലേക്കും പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും യേശുവേ നീ കടന്നു വരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ ഞങ്ങൾ ഇടപെടണമേ. കർത്താവിന്റെ കണ്ണുനീര് തുടയ്ക്കണമേ. ഞങ്ങളുടെ പ്രയാസങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ സങ്കടങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ രോഗപീഠകൾ സമർപ്പിക്കുന്നു. യേശുവേ 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 ആരാധന. പൂർണ്ണമായി ആരാധിച്ച് യേശുവേ ആരാധന. സമ്പൂർണ്ണമായി ആരാധിച്ച് യേശുവേ ആരാധന. എല്ലാ സങ്കടങ്ങളും സമർപ്പിച്ച് യേശുവേ ആരാധന. ഓരോ കുടുംബങ്ങളെയും സമർപ്പിച്ച് യേശുവേ ആരാധന. എല്ലാവരെയും സമർപ്പിച്ച് യേശുവേ ആരാധന. മകളെ, തിരുവോസ്തിയിലേക്ക് സൂക്ഷിച്ചു നോക്കുക. നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കർത്താവ്, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്ക് എഴുന്നള്ളി വരാൻ ആഗ്രഹിക്കുന്ന കർത്താവ് ഇതാ തിരുവോസ്തിയിൽ ഇരുന്നു കൊണ്ട് നമ്മെ സൂക്ഷിച്ചു നോക്കുന്നു. അവനെ നോക്കുന്നവരെല്ലാം പ്രകാശിതരായി തീരട്ടെ. ഇതാ കർത്താവിൻ്റെ വചനം നമുക്ക് തരുന്നു. 56-ാം സങ്കീർത്തനം 8-ാം വാക്യം. നിന്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. എൻ്റെ മക്കളെ, ഇങ്ങനൊന്ന് ചിന്തിക്കാമോ? നമ്മുടെ കണ്ണുനീര് ദൈവസന്നിധിയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ തനിച്ച് കരഞ്ഞത്, ആരോരും അറിയാതെ വാവിട്ട് കരഞ്ഞത് കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, തൻ്റെ ഗ്രന്ഥത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം അനുവദിച്ച കണ്ണീരുണ്ട്, അത് വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ദൈവം അനുവദിച്ച കണ്ണുനീര് അത് നമ്മുടെ ഹൃദയത്തിൽ, കർത്താവിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സ്വന്തം പ്രവൃത്തി മൂലമായിട്ട് കരഞ്ഞ കണ്ണുനീരുണ്ട്, മറ്റുള്ളവരാൽ കരയിക്കപ്പെട്ട കണ്ണുനീരുണ്ട്. ദൈവത്തിൻ്റെ അനുവാദത്തോടെ പിശാച് അനുവദിച്ച കണ്ണുനീരുണ്ട്. നമ്മുടെ പാപം മൂലം നമ്മൾ കരഞ്ഞുപോയ സന്ദർഭങ്ങളുണ്ട്. ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക, ദൈവം അറിയാതെ ഒരു കണ്ണുനീരും ഈ ഭൂമിയിൽ വീഴുന്നില്ല. മക്കളെ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ തനിച്ച് കരഞ്ഞവർ,
സക്രാരിയുടെ മുമ്പിൽ പോയി കരഞ്ഞവര്, ആൾത്താരുടെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞവര്, ക്രൂശിത രൂപത്തിന്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞവര്, മാതൃസ്വരൂപത്തിന്റെ മുമ്പിൽ കരഞ്ഞപ്പോഴെല്ലാം ഏതോ കരങ്ങൾ വന്ന് നമ്മുടെ ഷോൾഡറിൽ, നമ്മുടെ ചുമലിൽ തട്ടിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞില്ലേ, കരയേണ്ട, നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. മകളെ, വചനം നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നു, നിന്റെ കണ്ണുനീരിന്റെ ചരിത്രം ഓർക്കുമ്പോഴെല്ലാം നിന്റെ സവിധത്തിൽ വന്ന് നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ആത്മജ്വാല ശുശ്രൂഷയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന അനേകം മക്കളുടെ സവിധത്തിലേക്ക് യേശു കടന്നു വന്നിട്ട്, ദിവ്യകാരുണ്യനാഥൻ കടന്നു വന്നിട്ട് പറയുന്നു, എന്തേ നീ കരയുന്നത്? കരയണ്ട. കർത്താവിൻ്റെ സ്വാന്തനത്തിന്റെ സ്വരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കേൾക്കുന്നില്ലേ? ലോകത്തിന്റെ മുമ്പിൽ കണ്ണുനീരെന്ന് പറഞ്ഞാൽ അത് പരാജയത്തിന്റെ ഒരു സംഭവമാണ്. ലോകത്തിന്റെ മുമ്പിൽ കണ്ണുനീരെന്ന് പറഞ്ഞാൽ അത് തോൽവിയുടെയും നിസ്സഹായതയുടെയും ഒരടയാളമാണ്. എന്നാൽ മക്കളെ, മനസ്സിലാക്കുക, ഒരു ആത്മീയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കണ്ണുനീര് ഒരു വജ്ര ആയുധമാണ്. ഒരു ആത്മീയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം കണ്ണുനീര് ഒരു വജ്ര ആയുധമാണ്. ഒന്ന് ഉറക്കെ കരഞ്ഞാൽ, ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ ഒലിച്ചു പോകാവുന്നതേ ഉള്ളൂ നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രയാസങ്ങൾ. അതിന് നമ്മൾ ഈ ആത്മജ്വാല ശുശ്രൂഷ സമയത്ത് ഈശോ നമ്മുടെ പക്കലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോരുത്തരെയും വന്ന് തൊടട്ടെ എന്ന്. മോനിക്ക പുണ്യവതിയുടെ കണ്ണുനീരിന്റെ വിലയാണ് വിശുദ്ധനായ അഗസ്തീനോസ്. മോനിക്ക കരഞ്ഞ് കരഞ്ഞ് തൻ്റെ മകനെ വിശുദ്ധീകരിച്ച് ഒരു വിശുദ്ധനാക്കി തീർത്തതുപോലെ ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് ദിവ്യകാരുണ്യനാഥൻ നമ്മെ വന്നൊന്ന് തൊടട്ടെ നമ്മുടെ ഹൃദയങ്ങളെ. ഞാൻ ഓർക്കുകയാണ്, ഏതാനും നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്കപ്പുറത്ത് ഒരു അമ്മ വന്ന് ജെറൂസലം വചനകൂടാരത്തിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മകൻ വീട് വിട്ടിറങ്ങിയിട്ട് മാസങ്ങളായി, അവനെ കാണാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. എത്രയോ പ്രാവശ്യം ജപമാല ചൊല്ലി കരുണയ്ക്കായി പ്രാർത്ഥിച്ചു, അവൻ ഇതുവരെയും കണ്ടിട്ടില്ല. അമ്മയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, മരിയൻ മണ്ഡപത്തിൽ വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെയും വിശുദ്ധ അഗസ്തീനോസിന്റെയും അടുത്ത് പോയി പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മകൻ അവിടെ ഉണ്ടാകും. വിശ്വസിച്ചുകൊണ്ട്, ആ വചനത്തിൽ വിശ്വസിച്ച് മോനിക്ക പുണ്യവതിയുടെ അടുത്തും വിശുദ്ധ അഗസ്തീനോസിന്റെ അടുത്തും പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ ബസ്സിൽ കയറി ഇവിടുന്ന് യാത്രയായി. നിങ്ങൾക്കറിയണോ മക്കളെ, അമ്മ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ അമ്മയും കാത്തുകൊണ്ട് 3 മാസക്കാലം കാണാതായ മകൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. വാവിട്ട് കരഞ്ഞുകൊണ്ട് എന്നെ അറിയിച്ചു, അച്ഛാ, എൻ്റെ മകൻ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. അവനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, കണ്ണുനീര് ഒരു വജ്ര ആയുധമാണ്. ദൈവഭക്തരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥമായ പ്രാർത്ഥനയുടെ വേളകളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ അതൊരു വരമാണ്, അതൊരു കൃപയാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ, കണ്ണുനീരോടെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് അതൊരു കൃപയാണ്. നമുക്കറിയാമല്ലോ, ചുങ്കക്കാരനും പ്രീശനും പ്രാർത്ഥിച്ചപ്പോൾ ദൂരെ നിന്നുകൊണ്ട് ചുങ്കക്കാരൻ നെഞ്ചത്തടിച്ചു പ്രാർത്ഥിച്ചു, ദൈവമേ, നിന്റെ സന്നിധിയിൽ വരുവാനോ നിന്നെ നോക്കുവാനോ എനിക്ക് കൃപയില്ല, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറത്തടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദൈവാലയം വിട്ടുപോയപ്പോൾ പ്രീശനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി പോയി എന്നാണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ വളർച്ച കാണുമ്പോൾ ആനന്ദം കൊണ്ട് എപ്പോഴെങ്കിലും സന്തോഷിക്കാറുണ്ടോ നിങ്ങൾ? മറ്റുള്ളവരുടെ സമ്പത്ത് കാണുമ്പോൾ ആനന്ദം കൊണ്ട് നീ സന്തോഷിക്കാറുണ്ടോ?
ഉള്ളിൻ്റെ ഉള്ളിൽ അപ്രകാരം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആത്മീയമായ വളർച്ചയാണെന്ന് തിരിച്ചറിയുക. വചനം പറയുന്നു, വിഷാദിച്ച് വിത്ത് ചുമന്ന് പോയി സന്തോഷത്തോടെ കറ്റ ചുമന്ന് വന്ന വചനം ഓർമ്മിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഈ വചന ശുശ്രൂഷ സമയത്ത് ഞാൻ വിതച്ച വചനത്തിൻ്റെ വിത്ത് പക്ഷികൾ കൊത്തിക്കൊണ്ടുപോകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ വിതയ്ക്കുന്ന വിത്ത് പാറപ്പുറത്ത് വീണ് അത് ഒരു ചെറിയ സങ്കടമുണ്ടാകുമ്പോൾ, ഒരു പ്രയാസമുണ്ടാകുമ്പോൾ, ഒരു വേദന ഉണ്ടാകുമ്പോൾ വേര് ഉണങ്ങിപ്പോകുന്ന ഒരു വിത്താകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. മുൾച്ചെടികൾക്കിടയിൽ വീണ് ആ വചനത്തിന്റെ വിത്ത് ഫലം പുറപ്പെടുവിക്കാതിരിക്കുമ്പോൾ അപ്രകാരം ആകാതിരിക്കാനായിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ എന്ത് പ്രാർത്ഥിക്കണം? നല്ല നിലത്ത് വീണ് 30 മേനി 60 മേനി 30 മേനി 60 മേനി 100 മേനി വിളവ് നൽകുന്ന ഒരു വചന ചെടിയായിട്ട് വളരാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധനായ ഇഗ്നേഷ്യസ് ലയോള പുണ്യവാൻ ദിവസത്തിൽ 7 മണിക്കൂർ സമയം മുട്ടുകുത്തി കരഞ്ഞു പ്രാർത്ഥിക്കുമെന്ന്. 7 മണിക്കൂർ മുട്ടുകുത്തി കരഞ്ഞു പ്രാർത്ഥിക്കുമെന്ന് വിശുദ്ധനായ വിൻസെന്റ് ഫെറർ പുണ്യവാൻ പ്രഭാതത്തിൽ 6 മണിക്കൂർ കരഞ്ഞു പ്രാർത്ഥിക്കുമെന്ന്. അനേകം മരിച്ച മനുഷ്യരെ ഉയർപ്പിച്ച ഒരു വിശുദ്ധനാണ് വിൻസെന്റ് ഫെറർ പുണ്യവാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായ ശുശ്രൂഷയുടെ അടയാളമാണ് കണ്ണുനീർ എന്ന് പറയുന്നത്. ആഴമായ പ്രാർത്ഥനയുടെയും അനുതാപത്തിൻ്റെയും കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആഴമേറിയ പ്രാർത്ഥനയുടെ അടയാളമാണ് കണ്ണുനീർ. ആത്മാർത്ഥമായ പ്രവർത്തനത്തിൻ്റെ അടയാളമാണ് കണ്ണുനീർ. ആഴമേറിയ ദുഃഖത്തിൻ്റെ അടയാളമാണ് കണ്ണുനീർ. ആത്മാർത്ഥമായ മാനസാന്തരത്തിൻ്റെ അടയാളമാണ് കണ്ണുനീർ. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരിനെ ആരും വില കുറിച്ച് കാണരുത്. ഇന്ന് നമ്മുടെ ചുറ്റും ഇരുൾ പരക്കുമ്പോൾ ദൈവം തരുന്ന കൃപയാണ് കണ്ണുനീർ. നമ്മുടെ ജീവിതത്തിന് ചുറ്റും പ്രകാശം ഉണ്ടാകുമ്പോൾ ദൈവം തരുന്ന കൃപയാണ് കണ്ണുനീർ. നമുക്ക് 2 കരങ്ങൾ ഉയർത്താം. 2 കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട്, യേശുവിൻ്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ് ഇതാ നിന്നിൽ ഇതാ കടന്നു വന്നിരിക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തി മുട്ടുകൾ കുത്തി നമുക്ക് പ്രാർത്ഥിക്കാം. മുട്ടുകുത്തി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നല്ലൊരു പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുവാൻ ദുഃഖത്തിന്റെ താഴ്വരകളിൽ കർത്താവ് നിനക്ക് വേണ്ടി അവിടെ വിരുന്നൊരുക്കിയിട്ടുണ്ട്. നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ തളരാതിരിക്കുവാനായി കർത്താവ് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. 2 കരങ്ങൾ ഉയർത്താം. 2 കരങ്ങൾ ഉയർത്താം. 2 കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് ഇപ്പോൾ കർത്താവ് കാണുന്നുണ്ട്. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ഞെരുക്കങ്ങളിൽ, ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവെടിയരുത്. ഒരു പക്ഷേ അനുസരണമില്ലാത്ത മകനെ ഓർത്തോ, അനുസരണമില്ലാത്ത മകളെ ഓർത്തോ, പ്രിയപ്പെട്ട അമ്മച്ചി കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്നേഹം കിട്ടാത്ത സന്ദർഭങ്ങളെ ഓർത്തുകൊണ്ട് മാതാപിതാക്കന്മാരെ കരഞ്ഞ് പ്രാർത്ഥിക്കുക. വിവേകമില്ലാത്ത പ്രവർത്തനം ഭർത്താവിൽ നിന്നോ മക്കളിൽ നിന്നോ ഉണ്ടായതിന്റെ പേരിൽ വേദനയുണ്ടെങ്കിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുക. മക്കൾ വായിക്കുന്ന പുസ്തകം കണ്ടിട്ട്, മക്കൾ ചെയ്യുന്ന ഫോണുകളെ ഓർത്തിട്ട്, മക്കൾ ചെയ്യുന്ന പ്രവൃത്തികളെ ഓർത്തിട്ട് കരയുന്ന മാതാപിതാക്കന്മാരുണ്ടാകും. 2 കരങ്ങൾ ഉയർത്താം. 2 കരങ്ങൾ ഉയർത്തി കരഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ യേശുവേ എന്ന് വിളിച്ച് യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ 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 യേശുവേ. കണ്ണുനീർ താഴ്വരയിൽ എല്ലാവരും ചേർന്ന് പാടുക. ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തി
എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടി. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവന് കാര്യം നടത്തി തരും. മാതാപിതാക്കളുടെ കണ്ണുനീര്, മക്കളുടെ കണ്ണുനീര്. എത്രയോ പ്രാവശ്യം അപ്പനും അമ്മയ്ക്കും ജോലി തിരക്ക് മൂലമായിട്ട് മക്കളെ ശ്രദ്ധിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ മക്കളുടെ കണ്ണുനീര് എപ്പോഴെങ്കിലും മാതാപിതാക്കൾ ഓർക്കാറുണ്ടോ? എപ്പോഴെങ്കിലും അവരെ ബഹുമാനിച്ച് സംസാരിക്കാറുണ്ടോ? അവരുടെക്ക് ഒരു നല്ല മാതൃക നൽകാൻ പറ്റാത്തതിൻ്റെ പേരിൽ അവർക്കൊരു വിശുദ്ധമായ ജീവിതം നയിക്കാൻ പറ്റിയിട്ടില്ല. മാതാപിതാക്കൾക്ക് നൽകേണ്ട ഒരു പ്രത്യേകമായ പരിഗണന മക്കളും നൽകിയിട്ടില്ല. അവർ വഴിതെറ്റിപ്പോയി, പല സ്ഥലങ്ങളിലേക്കും കടന്നുപോയി, മൊബൈൽ ഫോണിന് അഡിക്റ്റഡായി തീർന്നു, തെറ്റായിരിക്കുന്ന സ്നേഹബന്ധത്തിലേക്ക് കടന്നുപോയി. വളരുവാനോ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ മാതൃക നൽകാനോ മാതൃക കാണുവാനോ സാധിക്കാത്തതിൻ്റെ പേരിൽ വഴിതെറ്റിപ്പോയ എത്രയോ മക്കൾ ഇന്ന്, അത് വൈദികരായാലും സിസ്റ്റേഴ്സ് ആയാലും ശുശ്രൂഷകരായാലും പ്രേക്ഷിതരായാലും, ഇന്ന് മക്കളുടെ കണ്ണുനീര് കാണുവാൻ സാധിക്കാത്ത വണ്ണത്തിൽ ഹൃദയമടഞ്ഞു പോയിരിക്കുന്ന മാതാപിതാക്കന്മാരുണ്ടാകാം. രണ്ട് കരങ്ങൾ നമുക്ക് ഉയർത്താം. മക്കളുടെ കണ്ണുനീര് ഒന്ന് ഏറ്റുവാങ്ങി യേശുവിനെ സമർപ്പിക്കുക. ഉദരഫലം കർത്താവിന്റെ ദാനമല്ലേ? അവർക്ക് വേണ്ടി കൊടുക്കേണ്ട സമയം, അവർക്ക് വേണ്ടി കൊടുക്കേണ്ട പരിഗണന, അവർക്ക് വേണ്ടി കൊടുക്കേണ്ട കരുതൽ കൊടുക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ പൊട്ടിക്കരയുന്ന മക്കളുടെ കണ്ണുനീര് യേശുവേ ഈ സമയം അങ്ങേ ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തിക തന്നെ സ്തുതിച്ചേ മകളെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവന് കാര്യം നടത്തി തരും. മാതാപിതാക്കന്മാരുടെ കണ്ണുനീരുണ്ട്, മക്കളുടെ കണ്ണുനീരുണ്ട്, ഭാര്യ ഭർത്തൃ ജീവിതത്തിന്റെ കണ്ണുനീരുണ്ട്. എന്നും വഴക്കല്ലേ പ്രിയപ്പെട്ട അപ്പച്ച അമ്മച്ചി? നിന്റെ വീട്ടിൽ വക്കാണവും വടിതല്ലും എല്ലാ വഴക്കുകളും ആഭാസമായ വാക്കുകളുമല്ലേ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്നത്? മുൻവിധികൾ വിട്ട് ഒന്ന് സംസാരിക്കാറുണ്ടോ? ലൈംഗിക ബന്ധത്തിൽ താല്പര്യമില്ലാത്തതിന്റെ പേരിൽ എത്രയോ ദിനരാത്രങ്ങൾ കണ്ണീരിലായിട്ടുണ്ട് എന്ന് ഓർത്തു നോക്കുക. തൽഫലമായി വ്യഭിചാരത്തിലേക്കും അശുദ്ധിയിലേക്കും പരസംഗത്തിലേക്കും പോയിട്ടില്ലേ? ഇന്നിതാ ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നു, ദാമ്പത്തിക ജീവിതത്തിന്റെ കണ്ണുനീര് യേശുവിന്റെ കരങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ, യേശുവിന്റെ കരങ്ങൾക്ക് വിട്ടുകൊടുക്കാം. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഭാര്യ ഭർത്തൃ ജീവിതത്തിന്റെ കണ്ണുനീര്, മണവറയിലെ കണ്ണുനീര്, തീരാത്ത കണ്ണുനീര് കർത്താവിന് വിട്ടുകൊടുത്ത് നിന്റെ കണ്ണുനീരിന്റെ ചരിത്രം ഓർക്കുമ്പോഴെല്ലാം നിന്റെ സവിധത്തിൽ വന്ന് നിന്നെ ആശ്വസിപ്പിക്കുവാനായി നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ആ കർത്താവിനെ നീ സ്വീകരിക്കുക. രണ്ട് കരമുയർത്തിക തന്നെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. അതരങ്ങൾ തുറന്ന് സ്തുതിക്കുന്നു. നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ, ഹൃദയത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ, കുടുംബത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. യേശുവേ കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവന് കാര്യം നടത്തി തരും. പ്രിയപ്പെട്ടവരെ, ഒരപ്പൻ അമ്മ കരഞ്ഞാൽ, ഒരു മകൻ മകൾ കരഞ്ഞാൽ, ഒരു ഭാര്യ ഭർത്താക്കന്മാർ കരഞ്ഞാൽ സഭയുടെ കണ്ണുനീര് കാണാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവികമായ കാര്യങ്ങളിൽ എന്ത് ശ്രദ്ധയാണ്, എന്ത് താല്പര്യമാണ് നമുക്കുള്ളത്. പള്ളിയിൽ പോകാൻ താല്പര്യമില്ല, പള്ളിയിൽ പോയാൽ പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, ദൈവിക കൽപ്പനകൾ പാലിക്കാൻ താല്പര്യമില്ല, കൂദാശകൾ സ്വീകരിക്കാൻ താല്പര്യമില്ല,
പള്ളിയിൽ പോകുമെങ്കിലും കുർബാന സ്വീകരിക്കുവാൻ തോന്നുന്നില്ലല്ലോ. നിന്നെ ഓർത്ത്, നമ്മെ ഓർത്ത് സഭ എന്തുമാത്രം കരഞ്ഞിട്ടുണ്ട്. സഭയുടെ കണ്ണുനീര് നീ കാണാറുണ്ടോ? സഭയുടെ വേദന അറിയാറുണ്ടോ? ദൈവിക കാര്യങ്ങളിൽ നിന്ന് അകന്ന് പോകുമ്പോൾ പൊട്ടിക്കരയുന്ന ഒരു യേശു നിന്റെ അഹങ്കാരത്തെ പ്രതി ഹൃദയത്തിന്റെ ഉള്ളിലിരുന്ന് കരയുന്ന ഒരു കർത്താവിനെ എന്നെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ? സഭയുടെ വേദന, സഭയുടെ കണ്ണുനീര്, സഭയുടെ സങ്കടം നീ എപ്പോഴെങ്കിലും ഓർത്ത് ധ്യാനിക്കാറുണ്ടോ? രണ്ട് കരങ്ങൾ ഉയർത്താം, രണ്ട് കരങ്ങൾ ഉയർത്താം. കർത്താവേ, സഭയെ പലപ്പോഴും ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാനൊരു ക്രിസ്ത്യാനിയായി എന്നതിന്റെ പേര് മാത്രം പള്ളിയിൽ പോകുന്നവരല്ലേ ഭൂരിഭാഗം ആളുകളും. പള്ളിയിൽ പോയി ഒരു കാഴ്ചക്കാരനെ പോലെ കണ്ടു നിൽക്കുന്നവരല്ലേ. ഒന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ഹൃദയം കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ടോ? കണ്ണുനീർ തൂക്കി പ്രാർത്ഥിക്കാറുണ്ടോ? രണ്ട് കരങ്ങൾ ഉയർത്താം, സ്വർഗത്തിലേക്ക് ഉയർത്താം. സഭയുടെ കണ്ണുനീര് ഇന്ന് പള്ളിക്കെതിരായി കള്ളക്കേസുകളും വ്യാജമായിരിക്കുന്ന കാര്യങ്ങളും പറഞ്ഞ് സഭയെ വേദനിപ്പിക്കുന്ന ഒരു മകനാണോ, ഒരു മകളാണോ, ഒരു കുടുംബമാണോ നിന്റേത്? ഇന്ന് അതിന് പരിഹാരം ചെയ്യാം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനെ കാര്യം നടത്തി തരും. എത്രയോ രോഗികളായ മക്കളാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നിന്റെ രോഗത്തിന്റെ കണ്ണുനീര് നിന്റെ കുടുംബത്തും, നിന്റെ രോഗത്തിന്റെ കണ്ണുനീര് നിന്റെ ഹൃദയത്തിനും തൂകി പ്രാർത്ഥിക്കുന്നവര്. എത്രയോ മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ട്യൂമർ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, പൈൽസിന്റെ രോഗങ്ങൾ, സോഡിയം പോകുന്ന അസുഖങ്ങൾ, ഫിഷറിന്റെ അസുഖങ്ങൾ, ഷുഗറിന്റെ അസുഖങ്ങൾ. കർത്താവേ, നിന്റെ കണ്ണുനീര് ഓർക്കുമ്പോഴെല്ലാം നിന്റെ സവിധത്തിൽ വന്ന് നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിക്ക് അവിടുന്ന് സൗഖ്യം നൽകും. രണ്ട് കരങ്ങൾ ഉയർത്താം, രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ രോഗിയായി തീരുമ്പോൾ സഭയിലെ പുരോഹിതരെ വിളിക്കുക. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിക്ക് സൗഖ്യം നൽകും. കണ്ണുകൾ ഉയർത്തി തിരുവോസ്തിയിലേക്ക് നോക്കി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കണ്ണുനീരിന്റെ താഴ്വരകളിൽ കർത്താവെ നിന്നെ കണ്ടുമുട്ടുവാനുള്ള വരം തരണമേ. മാതാപിതാക്കന്മാരുടെ കണ്ണുനീര്, മക്കളുടെ കണ്ണുനീര്, ഭാര്യ ഭർത്താക്കന്മാരുടെ കണ്ണുനീര്, സഭയുടെ കണ്ണുനീര്, രോഗം മൂലം കരഞ്ഞ കണ്ണുനീര് ഇതാ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനെ കാര്യം നടത്തി തരും. കണ്ണുനീർ താഴ്വരയിൽ
വലഞ്ഞിടുമ്പോൾ